ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ചായക്കടകളിലും ബേക്കറിയിലും ഒക്കെ കിട്ടുന്ന നല്ല നാടൻ ഒരു കുഴലപ്പമാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നല്ല ചൂട് ചായയുടെ കൂടെ നല്ല കറുമുറയെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുഴലപ്പമാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴലപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കുഴലപ്പം തയ്യാറാക്കാൻ വേണ്ടി 3 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കും. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് നമുക്കൊരു ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ അത് ഇതിലേക്കിടാം. ഇനി ഈ തേങ്ങയ്ക്കകത്തേക്ക് ഒരു 6 കഷ്ണം ചുവന്നുള്ളി, 4 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, നല്ല ജീരകമെന്നും ഒക്കെ പറയും കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ അരച്ചു കൊണ്ടുവരാം, പേസ്റ്റാക്കി കൊണ്ടുവരാം. വേണ്ട, നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി, നല്ല വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി എടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. ആ പൊടിയും ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തേങ്ങ അരച്ചത് അതിലേക്കിടാം. തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും കൂടെ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. വെള്ളം തിളച്ചിട്ടുണ്ട്, ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഈ ചൂടോടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് നമ്മൾ സെയിം കപ്പിന് തിളപ്പിച്ചെടുത്തേക്കുന്നത്. അത് നമുക്ക് തിളച്ച പടുതിയിൽ നല്ല ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മാവങ്ങ് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനൊഴിച്ച് ഇളക്കി എടുക്കാം. നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ വെള്ളം കൂടത്തില്ല. ഇങ്ങനെ ആകുമ്പോൾ ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. കുറേശ്ശെ ഒഴിച്ച് ഇളക്കി റെഡിയാക്കി എടുക്കണം പൊടി. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറിയ ചൂടുണ്ട് കേട്ടോ, ചെറിയ ചൂടോടെ വേണം ഇത് കുഴയ്ക്കാൻ. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ എള്ള്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ എള്ളും കൂടി ഇടുക കേട്ടോ. 1 ടീസ്പൂൺ ഇട്ടാലും മതി കേട്ടോ. ഞാൻ 2 ടീസ്പൂൺ ഇട്ട് ഉണ്ട്. നല്ലപോലെ നമ്മൾ കുഴച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ജീരകത്തിൻ്റെയും ചുവന്നുള്ളിയുടെ ഒക്കെ നല്ലൊരു മണം ആണ്. നമ്മൾ കുഴച്ചുരുട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഇതിനകത്ത് ഒഴിക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടോ. ഇത് തേച്ച് പിടിപ്പിക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്യണം എണ്ണ. കുറച്ച് നമ്മൾ കയ്യിലും കൂടെ തേപ്പാട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല, അന്നേരം ഇതിനകത്ത് ഒട്ടിപ്പിടിക്കത്തില്ല. ഒരു ചപ്പാത്തി മാവിൻ്റെ അത്രയും മാവ് ഇനി എടുക്കണം. നമ്മൾ ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിൽ ഉരുട്ടി ഇങ്ങോട്ട് എടുക്കണം. അതാണ്ട ഇതുപോലെ ഇങ്ങോട്ട് ഉരുട്ടിയെടുത്ത് കൈവെള്ളയിൽ ഇട്ടൊന്ന് ഉരുട്ടി റെഡിയാക്കണം. എന്നിട്ട് വേണം പരത്തിയെടുക്കാൻ. വേണ്ട, ഇത്രയും വലുപ്പത്തിൽ ഞാൻ എടുക്കുക. എന്നിട്ട് ഇത് പരത്തി കട്ട് ചെയ്താണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് എളുപ്പമാണ്. ഇതിലും കൂടെ കുറച്ച് ഓയിൽ തേക്കട്ടെ, എണ്ണ തേക്കട്ടെ. എന്നിട്ട് വേണ്ടേ, നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് വണ്ണത്തിൽ വേണം കേട്ടോ. തീരെ അങ്ങ് നൈസായിട്ട് പരത്തരുത്. കുഴലപ്പം കഴിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ. ഒത്തിരി തിന്നും ആവരുത്, ഒരുപാട് തിക്കും ആവരുത്. വേണ്ടേ. ഇനി ഇതാ ഇതുപോലെ ഏതെങ്കിലും ഒരു അടപ്പോ ഒരു തട്ടത്തിൻ്റെ ഏതെങ്കിലും ഒരു തട്ടോ അടപ്പ്. ഇത് ഞാനത് തട്ടത്തിൻ്റെ അടപ്പാട്ടോ. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് എടുത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. ഇതൊരു എളുപ്പ വഴിയാണ് കാണിക്കുന്നത്. എന്നിട്ട് നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടും. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ട, ഇത് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കനത്തിലേ ഇത് പരത്തിയെടുക്കാവുള്ളൂ. അതുവരെ നമ്മുടെ ചപ്പാത്തി നൈസായിട്ട് ചപ്പാത്തി പരത്തത്തില്ലേ, അതിൽ കുറച്ചുകൂടെ കട്ടിക്കും. അത് വേണ്ട.
ഇനി ഇത് നമ്മളിത് ഈ വിരലിങ്ങനെ വെച്ചിട്ട് ഇത് കുഴലുണ്ടെങ്കിലുണ്ടല്ലോ, ഏതെങ്കിലും പൈപ്പിൻ്റെ കുഴലുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് അതിൽ ചുറ്റുന്ന ഒരുപാട് അറിയാൻ വയ്യാത്തൊരു കഥ നല്ലത് കേട്ടോ. കണ്ട ചുറ്റി കണ്ട. ഇനി നമുക്കൊരിത്തിരി വെള്ളം തൊട്ടിട്ട് ഇവിടെ ഒന്ന് ഒട്ടിക്കണം. ഒരിച്ചിരി ഇങ്ങനെ തേച്ചിട്ട് അവിടെ ഒന്ന് ഒട്ടിക്കണം. എന്നിട്ട് ഈ അകത്തോട്ട് തന്നെ വിരൽ രണ്ടും കയറ്റിയിട്ട് ഇങ്ങനെ ആദ്യം കൊടുക്കണം. കണ്ട, നമ്മുടെ കുഴലപ്പം റെഡി. ഇതാ കണ്ട, ഇത്രയും കനത്തിൽ വേണം നമ്മൾ കുഴലപ്പം തയ്യാറാക്കാം. ഇത് വിരൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. വീട്ടിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് തയ്യാറാക്കാം. കുഴലുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ തീരെ അറിയാൻ വയ്യാത്തവർക്കൊക്കെ കുഴലിനകത്തോട്ട് ചുറ്റി പൊട്ടിച്ച് ഇളക്കി കഴിഞ്ഞ് എടുത്താൽ മതി. വേണ്ട, ഇനി ഇതുപോലെ എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരെണ്ണം കൂടെ ഞാൻ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വിരൽ ഉപയോഗിച്ച് എല്ലാം നമുക്ക് ചുറ്റിയെടുക്കാം. വേണ്ട, കുഴലപ്പം എല്ലാം നമ്മൾ ചുറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വലുപ്പത്തിൽ വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ. ഞാൻ ഇത്രയും വലുപ്പത്തിലാണ് തയ്യാറാക്കിയത്. ഇനി നമുക്ക് എല്ലാം പൊരിച്ചു പോരാം. ഓരോന്നിട്ടിട്ട് നാരെണ്ണം വേണം. കുറച്ച് എണ്ണ ഇങ്ങനെ തട്ടി കൊടുക്കണം കേട്ടോ. ഗ്യാസ് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് പൊരിച്ച് വരാൻ. നല്ല ഗോൾഡൻ ക്രിസ്പി ആവുന്ന വരെ പൊരിക്കണം. അണ്ട കൂടുതൽ ഡാർക്ക് ആവുന്നതിന് മുമ്പ് നമുക്കിത് പോരാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ ഈ പോരാം. ഒരുപാട് ഡാർക്ക് കളർ ആവരുത്. ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇനി പോരണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായതിപ്പോൾ. എന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ തന്നെ പോരണം. എന്നെങ്കിൽ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ഇതുപോലെ പൊരിച്ച് പോരാം. നമ്മുടെ കുഴലപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് ഞാൻ പൊട്ടിച്ച് കാണിക്കുക. നല്ല കറുമുറയിരിക്കുക. അതാണ് കണ്ട, എത്ര നല്ല സോഫ്റ്റാണ്. തിന്നാനും നല്ല കറുമുറായിരിക്കുക. നല്ല പൊടിഞ്ഞ് നല്ല ഭംഗി, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.